ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് നമുക്ക് എങ്ങനെ 1,00,000 രൂപ 6 മാസത്തിനുള്ളിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും 1,00,000 രൂപ 6 മാസം സേവ് ചെയ്ത് വെക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് തോന്നും. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നത് ഭൂരിഭാഗം 30 മുതൽ 60 വയസ്സിനിടയിലുള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇവരുടെ കൂട്ടത്തിൽ പോലും അല്ലെങ്കിൽ ഒരു 20 to 30 ഇയേഴ്സ് ഏജിൻ്റെ ഇടയിൽ പോലും പൈസ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അത് 1,00,000 പോലും സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ജസ്റ്റ് എങ്ങനെ സേവിങ്സ് ഹാബിറ്റ് ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ 1,00,000 കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 5 ലാക്കോ അല്ലെങ്കിൽ ഈവൻ 10 ലാക്ക് പോലും നിങ്ങൾക്ക് വെക്കാം. കാരണം നിങ്ങൾ നല്ല ശമ്പളം വാങ്ങുന്ന ഒരാളാണെങ്കിൽ ഇപ്പം മന്ത്ലി ഒരു 1 ലാക്കൊക്കെ ശമ്പളം വാങ്ങുന്ന ഒരാളാണെങ്കിൽ അവർക്ക് സുഖമായിട്ടും ഒരു 5 ലാക്ക് 6 ലാക്കൊക്കെ സേവ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ബട്ട് അതെങ്ങനെയൊക്കെ ചെയ്യാം, അതിന് ഏതൊക്കെ രീതിയിലുള്ള എക്സ്പെൻസ് കുറയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇതിനിടയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്രോ ടിപ്സ് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അത് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകൂ. ആ പ്രോ ടിപ്പ് നിങ്ങൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ ടിപ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സേവിങ്സ് ഹാബിറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് കൂട്ടാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. സേവിങ് 1 ലാക്ക് ഇൻ ജസ്റ്റ് 6 months മേ സീം ചലഞ്ചിങ്. അതായത് പലർക്കും തോന്നിയേക്കാം ഈ 6 മാസം കൊണ്ട് 1,00,000 രൂപ ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ വീഡിയോസ് കാണുന്ന ചില സ്റ്റുഡൻസ് ഉണ്ടാകും. സോ അവർക്ക് കുറച്ച് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഈ 1,00,000 രൂപ സേവ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഒരുപാട് എക്സസീവ് ആയിട്ടുള്ള സ്പെൻഡിങ്സും അല്ലെങ്കിൽ മറ്റ് പല ചിലവുകളും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് നല്ലൊരു ഗുഡ് സേവിങ് ഹാബിറ്റ് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പേഴ്സണൽ ഫിനാൻസ് ടിപ്സ്. അതുപോലെ തന്നെ നിങ്ങൾ ട്രേഡിംഗ് ഇൻവെസ്റ്റിംഗ് താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ അതിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഓക്കെ, വെദർ യു ആർ സേവിങ് ഫോർ ആൻ എമർജൻസി ഫണ്ട്. അത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഈ 1,00,000 രൂപ എന്ന് പറയുന്നത് പലർക്കും പല രീതിക്കായിരിക്കും. ചിലർക്ക് അതൊരു എമർജൻസി ഫണ്ടായിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റു ചിലർക്ക് എന്താണ് ഒരു ഡ്രീം ആയിട്ടുള്ള സംഭവം എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കലായിരിക്കും. ഇപ്പം ഐഫോണിൻ്റെ ഒരു പുതിയൊരു വേർഷൻ ഇറങ്ങുന്നത്, അപ്പോൾ 1,00,000 താഴെയുള്ള ഒരു ഐഫോൺ വാങ്ങിക്കലാണ് ചിലപ്പം അയാളുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ 6 മാസം കൊണ്ട് ആ 1,00,000 രൂപ അയാൾ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാകും അല്ലേ. അപ്പം അത് എങ്ങനെ ഈസി ആക്കാം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഫോളോ ദീസ് പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ആൻഡ് യു വിൽ സീ ദ റിസൾട്ട്സ് ഫാസ്റ്റർ ദാൻ യു എക്സ്പെക്ട്. നിങ്ങൾ വിചാരിക്കുന്നതിനും വേഗം തന്നെ നിങ്ങൾക്ക് ചിലപ്പം ഈ ഒരു എന്താ പറയുക 1,00,000 രൂപ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന തുക നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പറയുന്നത് എന്താണ്, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് അല്ലേ. അതായത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം വേണം. അതായത് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഈ 1,00,000 രൂപ നിങ്ങൾ സേവ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം ആ ഒരു ഗോൾ, കൃത്യമായിട്ടുള്ളൊരു ഗോൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതായത് നിങ്ങൾ ഇപ്പം ഒരു 1,00,000 രൂപ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 2 മാസം ഒരു നിശ്ചിത തുക നിങ്ങൾ സേവ് ചെയ്തു. പിന്നീട് നിങ്ങളുടെ ഈ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുമോ പിന്നീട് അടുത്ത സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്? നിങ്ങൾ ചിലപ്പം നേരത്തെ സേവ് ചെയ്ത് വെച്ച തുക എടുത്തിട്ട് മറ്റു പല ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് അതും നഷ്ടപ്പെടുത്തും അല്ലേ. അപ്പം എങ്ങനെ ഇത് ഈസിയാക്കാം? ഈ 1,00,000 രൂപ തന്നെ നിങ്ങൾക്ക് 6 മാസമല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഓരോ മാസം എത്ര നിക്ഷേപിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പം 10 ലക്ഷമാണ് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 10 ലക്ഷം ഡിവൈഡ് ബൈ 6 ചെയ്താൽ മതി. ഓക്കെ, ഇനി 1,00,000 ആണെങ്കിൽ 1,00,000 ഡിവൈഡ് ബൈ 6 ചെയ്താൽ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് പോലെ 16,667 രൂപ ഓരോ മാസം നിങ്ങൾ സേവ് ചെയ്താൽ മതി. അത് ഡെയിലി ബേസിൽ പറയുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ കേവലം 550 രൂപ സേവ് ചെയ്താൽ 6 മാസം കൊണ്ട് നിങ്ങൾക്ക് 1,00,000 രൂപ എന്ന ടാർഗറ്റ് നിങ്ങൾക്ക് നേടാൻ പറ്റും. ഈ 550 രൂപ എന്ന് പറയുന്നത് ഡെയിലി 1,500 2,000 രൂപയൊക്കെ ശമ്പളം വാങ്ങുന്ന, അല്ലെങ്കിൽ 1,000 രൂപ 1,500 രൂപയൊക്കെ ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് അവർ മനസ്സ് വിചാരിക്കണം. കാരണം അവർ വിചാരിച്ചിട്ടില്ല എങ്കിൽ യാതൊരു കാരണവശാലും നടക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ പറയുന്നത്. അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോളിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനെ സ്മോൾ ആയിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പം ഇനി രണ്ടാമത്തെ എന്താണ്? ക്രിയേറ്റ് എ ഡെഡിക്കേറ്റഡ് സേവിങ്സ് അക്കൗണ്ട്.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു പൈസ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ, ഇപ്പം ബാങ്ക് ത്രൂ ആണ് നിങ്ങൾക്ക് ശമ്പളവും അല്ലെങ്കിൽ മറ്റ് പല ഇൻകം സോഴ്സും വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കുക. അത് നിങ്ങളുടെ തന്നെ ആയിരിക്കണം. അതേസമയം തന്നെ ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ UPI അതായത് UPI എടുക്കാൻ വേണ്ടി പാടില്ല. കാരണം UPI എടുത്താൽ നിങ്ങൾ മറ്റു പല ആവശ്യങ്ങൾ വന്നാൽ ചിലപ്പം നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലെ പൈസ പോലും ഉപയോഗിച്ചിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തേക്കാം. സോ നിങ്ങൾ ജസ്റ്റ് അക്കൗണ്ട് നമ്പറും IFSC കോഡും അടിച്ചിട്ട് ആ പൈസ നിങ്ങളുടെ പുതിയ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അത്രയും വേണ്ടു. ഓക്കെ, അതാകുമ്പോഴാണ് കാര്യങ്ങൾ സേഫ് ആകുക. അല്ലെങ്കിൽ നിങ്ങൾ ആ പൈസ ഓൺലൈൻ ട്രാൻസാക്ഷന് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബിലിറ്റി ഉണ്ട്. ഇപ്പം പല സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് കൊടുക്കുന്ന ബാങ്കുകളും ഇപ്പം ഉണ്ട് അല്ലേ. ഇനി എന്താണ് ഓട്ടോമാറ്റിക് ട്രാൻസ്ഫേഴ്സ് ടു ദി അക്കൗണ്ട് എവറി പേയ്ഡ്. അതായത് ഓട്ടോ മാൻഡേറ്ററി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ആപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ FonePe പോലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ ഓട്ടോ മാൻഡേറ്റ് ആയിട്ട് നിങ്ങൾ ഒരു പർട്ടിക്കുലർ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓരോ മാസവും നിങ്ങൾ പറഞ്ഞ ഡേറ്റിൽ കൃത്യമായിട്ടുള്ളൊരു തുക നിങ്ങൾ SIP ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളേത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ UPIയോ അല്ലെങ്കിൽ മറ്റ് പേയ്മെൻറ്റ് ആപ്പുകളോ നിങ്ങൾ ഈ സേവ് ചെയ്ത് വെക്കുന്ന ബാങ്കുമായിട്ട് യാതൊരു കാരണവശാലും ലിങ്ക് ചെയ്യാൻ പാടില്ല. ഇനി മൂന്നാമത്തെ എന്താണെന്ന് നോക്കാം. കട്ട് അൺനെസസറി എക്സ്പെൻസസ്. ആവശ്യമില്ലാത്ത പല എക്സ്പെൻസുകളും നിങ്ങൾ തീർച്ചയായിട്ടും റെഡ്യൂസ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. 1 ലക്ഷം രൂപ നിങ്ങൾക്ക് 6 മാസത്തിനുള്ളിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഐഡൻറ്റിഫൈങ് സ്പെൻഡിങ് ലീക്സ് ലൈക്ക് എക്സസീവ് ഫുഡ് ഡെലിവറി. ഇപ്പം നിങ്ങൾ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി, സെപ്റ്റോ പോലെയുള്ള ഗ്രോസറി ആപ്സ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആപ്സ് ഉണ്ടാവും. അതിൽ ഭൂരിഭാഗം നിങ്ങൾ സാധനം വാങ്ങിക്കും. സോ ഇതിലൊക്കെ സാധനം വാങ്ങുമ്പം കുറച്ചുകൂടി എക്സ്ട്രാ എമൗണ്ട് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും, അവരുടെ ഡെലിവറി ചാർജും മറ്റു ചാർജും ഒക്കെ കൂട്ടിയിട്ട്. സോ ഇത് എന്ന് പറയുന്നത് ഓരോ ദിവസവും നിങ്ങൾ ഓർഡർ ചെയ്യുമ്പം മന്ത്ലി ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊരു വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും. സോ നിങ്ങൾ എക്സസീവ് ആയിട്ടുള്ള ഫുഡ് ഡെലിവറി ഉപയോഗിക്കാതിരിക്കുക. കാരണം അത് നിങ്ങളുടെ ഹെൽത്തിനും ബെനിഫിറ്റ് ആണ്, അതേസമയം തന്നെ നിങ്ങളുടെ മോണിറ്ററി ഹെൽത്തിനും ബെനിഫിറ്റ് ആണ് അല്ലേ. ഇനി എന്താണ് അൺയൂസ്ഡ് സബ്സ്ക്രിപ്ഷൻ. നമ്മളിപ്പോൾ പലരെയും കാണാൻ പറ്റും അല്ലേ. നിങ്ങൾ ഒരു ഹോട്ട്സ്റ്റാർ എടുത്താലും, അതായത് മന്ത്ലി ബേസിസിൽ നിങ്ങൾ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ 4K UHDയിൽ നിങ്ങൾ എടുത്താൽ പലരും കാണുന്നുണ്ടാവില്ല. ചിലപ്പോൾ അവർക്ക് 2 3 അല്ലെങ്കിൽ 4 എന്താ പറയുക സബ്സ്ക്രിപ്ഷൻ ആപ്പ് ഉണ്ടാവും. സോണി ലിവ് ആയാലും അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം പോലെയുള്ള ആപ്പൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവർ പലരും ഇതൊന്നും കാണുന്നില്ല. വെറുതെ മന്ത്ലി ബേസിസിൽ ഇവർ പൈസ അടച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. സോ നിങ്ങൾ ഉപയോഗിക്കാത്തതാണ് എങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളത് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ എന്താണ് ഇമ്പൾസ് ഓൺലൈൻ ഷോപ്പിംഗ്. അതായത് ചിലർക്കൊരു ത്വരയുണ്ടാവും. ഇപ്പം ബിഗ് ബില്യൺ ഡേയ്സ് അല്ലെങ്കിൽ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ പോലെയുള്ള ഒരു ഉത്സവം, ആ ഒരു ടൈമൊക്കെ വന്നാൽ ആമസോണിലൊക്കെ ഒരുപാട് സംഭവം ചീപ്പാണെന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു സമയം ഇവരുടെ സെയിൽസ് എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് കൂടുന്ന ഒരു ടൈമാണ്. സോ ഒരുപാട് കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ ഇവർ മോഹിപ്പിച്ചുകൊണ്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ നീഡ്സും വാണ്ട്സും എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുക. നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. അതായത് ഫുഡ്, ഷെൽട്ടർ പോലെയുള്ള കാര്യങ്ങൾ, ഓക്കെ, അല്ലെങ്കിൽ ഹെൽത്ത് പോലെയുള്ള കാര്യങ്ങളാണ് എസെൻഷ്യൽ ആയിട്ടുള്ളത്. അപ്പം നീഡ് നിങ്ങൾ തീർച്ചയായിട്ടും ഏതൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഫുൾഫിൽ ചെയ്യുക. പക്ഷേ വാണ്ട്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വാണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ലക്ഷറിയസ് ആയിട്ടുള്ള ഐറ്റംസ് യൂസ് ചെയ്യുക. അതില്ലെങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് വാണ്ട്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വാണ്ട്സ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം അത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഹെൽത്തിനെ ശക്തമായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഇനി നമ്മൾ പറഞ്ഞ ഒരു പ്രൊഫഷണൽ ടിപ്സ് ആണ്. ട്രൈ എ 30 day no സ്പെൻഡ് ചലഞ്ച് ടു റീസെറ്റ് യുവർ സ്പെൻഡിങ് ഹാബിറ്റ്സ്. അതായത് നിങ്ങൾ ഒരു 30 ദിവസത്തെ ഒരു ചലഞ്ച് എടുക്കുക. അനാവശ്യ കാര്യങ്ങൾക്ക് ഞാൻ പൈസ ചിലവാക്കില്ല എന്നുള്ള രീതിയിൽ നിങ്ങളൊരു 30 ദിവസത്തേക്ക് ഒരു ചലഞ്ച് എടുത്താൽ അത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നീട് അടുത്ത മാസങ്ങളിലൊക്കെ നിങ്ങളെ അത് അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. അതുവഴി നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് കുറച്ചുകൂടി നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. നിങ്ങളുടെ അച്ചീവ്ഡ് ടാർഗറ്റില്ലേ, ആ 1 ലക്ഷം രൂപ എന്നുള്ളത് 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ, നമ്മൾ ഇപ്പം ഒരാൾ ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിലോ പോയി കഴിഞ്ഞാൽ അവർ അവരുടെ നീഡ്സ് വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവർ ഈ ഒരു ഇതിൽ എല്ലാ സാധനവും കൊണ്ടിടും. നീഡ്സ് എന്ന് പറയുന്നത് ഇവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ കുറച്ചും വാങ്ങും,
വാൺസ്, അനാവശ്യമായിട്ട് ലക്ഷൂറിയസ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പല സാധനങ്ങൾ ഒരുപാട് വാങ്ങി വെക്കുന്നു. അപ്പോൾ അവർ തന്നെ മറന്നു പോന്നു നമ്മൾ എന്തിനാണ് ഒരു ഗ്രോസറി ഷോപ്പ് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയത് എന്നുള്ള കാര്യം. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. നീഡ്സിനെ നിങ്ങൾ എന്താ പറയുക, പരമാവധി നിങ്ങൾ നീഡ്സിൽ തന്നെ ഒതുങ്ങാൻ വേണ്ടി ശ്രമിക്കുക. വാൺസ് നിങ്ങൾ അത്യാവശ്യം ചിലവ് മാത്രം നടത്തുക. ഓക്കെ, ഇനി നാലാമത്തെ എന്താണ് പറയുന്നത്, ഇൻക്രീസ് യുവർ ഇൻകം. അതായത് വരുമാനം കൂട്ടാൻ ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ശക്തമായിട്ട് സ്വീകരിക്കുക. നമ്മൾ കുറച്ച് എക്സാമ്പിൾ അല്ലെങ്കിൽ കുറച്ച് വരുമാനം കൂട്ടേണ്ട ഒരു ടെക്നിക്സ് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന് ഫ്രീലാൻസിങ് ആണ്. ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നും തന്നെയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റ് ക്ലയൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ജോലി ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി. അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പെർമനൻറ്റ് ജോബല്ല, നിങ്ങൾ തീരുമാനിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങളൊരു സെൽഫ് വർക്കാണ്. അതായത് മറ്റുള്ളവരുടെ കൺട്രോളിലല്ല. നിങ്ങൾ ഇവിടെയുള്ള ഒരാൾക്ക് നിങ്ങൾ കൺസൾട്ടൻസി സർവീസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റു പല കൺട്രീസിലുള്ള ആളുകൾക്ക് നിങ്ങൾ കൺസൾട്ടൻസി സർവീസ് നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലിരുന്നു കൊണ്ട് ചെയ്യുന്നത് ആണ് ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. അത് പലതരത്തിലുള്ള ഇതുകൊണ്ടല്ലേ, ഒന്ന് റൈറ്റിംഗ് ആവാം, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ ആവാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈനാൻഷ്യൽ കൺസൾട്ടിങ്ങും ആകാം. ഓക്കെ, ഇനി എന്താണ് പാർട്ട് ടൈം ജോബ്സ്. ഇനി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് പുറത്ത് പോയിട്ട് ചെയ്യാം. ഇപ്പം പല ഇതുണ്ടല്ലേ, ജോബുകളുണ്ടല്ലേ, ഒരു ഉച്ച വരെയൊക്കെ ചെയ്താൽ ഒരു 800 രൂപയൊക്കെ കൊടുക്കുന്ന പല ഏരിയയും ഉണ്ടാകും. നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്, ഓൺലൈൻ ട്യൂട്ടറിങ്. നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള സ്കില്ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ പൈസയൊക്കെ തന്നെ നിങ്ങൾ ശേഖരിക്കുന്ന ഈ പൈസയൊക്കെ തന്നെ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ 1 ലക്ഷം രൂപ എന്നുള്ളൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ഇനി എന്താണ് പറയുന്നത്, ഫോളോ ദ 50-30-20 റൂൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൂളാണ്. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ നീഡ്സ് ഉണ്ടാവുമല്ലോ, 50% ഫോർ നെസസിറ്റീസ്. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് 50% നിങ്ങളുടെ ഇൻകത്തിൻ്റെ, ഇപ്പോൾ നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് ഒരു 30,000 ആണെങ്കിൽ അതിൻ്റെ ഒരു 15,000 നിങ്ങൾ നിങ്ങളുടെ നെസസിറ്റീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. നിങ്ങൾക്ക് റെൻറ്റ് കൊടുക്കാനുണ്ടാവും, അതുപോലെ തന്നെ നിങ്ങൾക്ക് പച്ചക്കറികളും അല്ലെങ്കിൽ മറ്റ് പല വ്യഞ്ജന സാധനങ്ങൾ മേടിക്കാനും ആ പൈസ യൂസ് ചെയ്യാം. ഇനി 30% ഫോർ വാൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, വാൺസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ സിനിമയ്ക്ക് പോകുന്ന എൻ്റർടൈൻമെൻ്റ് ആകാം, അല്ലെങ്കിൽ മറ്റ് പല എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസിന് നിങ്ങൾ പൈസ ചിലവാക്കുന്നതാകാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നതും അല്ലെങ്കിൽ അനാവശ്യമായിട്ട് നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഭക്ഷിക്കുന്നത് അല്ലെങ്കിൽ പൈസ അങ്ങനെ ചിലവാക്കുന്ന ഒരു കാര്യവും ഈ ഇതിൽ വരുന്നതാണ് അല്ലേ, വാൺസിൽ വരുന്നതാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് 20% എങ്കിലും അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക. അതായത് നിങ്ങളുടെ 30,000-ൻ്റെ 20% എന്ന് പറഞ്ഞാൽ ഒരു 6,000 റുപ്പീസ് എങ്കിലും നിങ്ങൾ മിനിമം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രൊഫഷണൽ ടിപ്സാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ആ 30-50-20 എന്ന് പറയുന്ന 50-30-20 എന്ന് പറയുന്ന റൂളിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ 40-30-30 ആക്കാം അല്ലേ. അതായത് നിങ്ങളുടെ ബേസിക് നെസസിറ്റീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 40% ചിലവഴിക്കാം, നിങ്ങളുടെ വാൺസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 30% ചിലവഴിക്കാം, നിങ്ങളുടെ സേവിങ്സ് നിങ്ങൾക്ക് 10% ഇൻക്രീസ് ചെയ്തുകൊണ്ട് 30% നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ആറാമത്തത്, അഡോപ്റ്റ് സ്മാർട്ട് സേവിങ് സ്ട്രാറ്റജീസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതേ കാര്യം തന്നെ, ഇപ്പം സ്മാർട്ട് സേവിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ ബാങ്കിനോട് നിർദ്ദേശം കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു പദ്ധതി തന്നെയാണ് ഈ എന്താ പറയുക അഡോപ്റ്റ് സ്മാർട്ട് സേവിംഗ് സ്ട്രാറ്റജീസ് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അലോക്കേറ്റ് ക്യാഷ് ഫോർ സ്പെസിഫിക് എക്സ്പെൻസസ്, ആപ്പ് ദാറ്റ് റൗണ്ട് അപ്പ് യുവർ പർച്ചേസ് ആൻഡ് സേവ് ദ ഡിഫറൻസ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ, നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുമാനമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റൈസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ സേവിങ്സ് ഏത് ബാങ്കിലാണോ നടത്തുന്നത് ആ ബാങ്കിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് വെക്കുന്ന ഒരു രീതി തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഏഴാമത്തത്, എലിമിനേറ്റ് കോസ്റ്റ്ലി ഹാബിറ്റ്സ്. ഒരുപാട് പൈസ ചിലവുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ പല ശീലങ്ങളും നമ്മൾക്കുണ്ടാവും. അപ്പോൾ അതിൽ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ കോസ്റ്റ്ലി ഹാബിറ്റ്സ് ശക്തമായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കീശയിൽ നിന്ന് പൈസ കളയുന്ന കാര്യങ്ങളാണ് അല്ലെ. ഡെയിലി കോഫി ഷോപ്പ് വിസിറ്റ്, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ മറ്റ് പല ആളുകളുടെ കൂടെ നിങ്ങളൊരു കോഫി ഷോപ്പ് പോയി ജസ്റ്റ് ഒരു കോഫി കുടിക്കാനാന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞിട്ട് പലതും തിന്നിട്ട് നിങ്ങൾ പൈസ കളയുന്നുണ്ടാവും അല്ലെ, ആവശ്യമില്ലാതെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം കുറച്ച് കൊണ്ടുവരിക. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ഫാസ്റ്റ് ഫുഡ് ഓർഡർ ചെയ്യുന്നത്,
എക്സസീവ് സ്പെൻഡിങ് ഓൺ ക്ലോത്ത്സ് ഓർ ഗാഡ്ജറ്റ്സ്. ഇപ്പം മാർക്കറ്റിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പല ട്രെൻഡിലുള്ള ക്ലോത്ത്സ് വാങ്ങാൻ ത്വരയിലുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് പല ഗാഡ്ജറ്റ്സ് ഉണ്ടാവും. ഇപ്പം പുതിയ പുതിയ വേർഷൻ ഓഫ് ഐഫോൺസ് അല്ലെങ്കിൽ മറ്റ് പല ഡിജിറ്റൽ വാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം പുതിയ പുതിയ ഇതിനോട് ത്വര വന്നിട്ട് ആളുകൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണതയുണ്ട്. സോ അതൊക്കെ കോസ്റ്റ്ലി ഹാബിറ്റ്സ് ആണ് നിങ്ങളെ. അതൊക്കെ മാക്സിമം ഡൗൺ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കൊണ്ടുവരിക. റീഡയറക്ട് ദ സേവ്ഡ് എമൗണ്ട് ടുവാർഡ് യുവർ 1 lakh ഗോൾ. നിങ്ങൾ സേവ് ചെയ്ത് വെച്ച് ആ തുക നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ 1 lakh ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയയിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമ്മൾ പറയുന്നത് 8ാമത്തെ കാര്യമാണ് ട്രാക്ക് യുവർ പ്രോഗ്രസ് വൈസ്ലി. നിങ്ങളെ പ്രോഗ്രസ് നിങ്ങൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക. നിങ്ങൾ പോകുന്ന ഡയറക്ഷൻ കറക്റ്റ് ആണോ, നിങ്ങളുടെ ഗ്രാഫ് കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളെ 1 lakh ഗോൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ ഈ 6 മാസ കാലയളവിൽ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് പല ആപ്പുകളുണ്ട്. അതിലൊരു എക്സാമ്പിൾ ആപ്പ് മാത്രമാണ് ഈ മണി വ്യൂ എന്ന് പറയുന്നത്. മറ്റ് പല ആപ്പുകളുണ്ട്, ജൂപ്പിറ്റർ പോലെയുള്ള ആപ്ലിക്കേഷനിലൊക്കെ ഈ ഒരു സംഭവം കൊടുക്കുന്നുണ്ട് അല്ലേ. നിങ്ങൾ അത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ നോക്കുക. നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം. ഓക്കെ, ട്രാക്കിംഗ് ബിൽഡ്സ് മൊമെൻറ്റം ആൻഡ് ഹെൽപ്സ് യു സ്പോട്ട് സ്പെൻഡിങ് ലീക്സ് ഏർലി. ഇനി 9ാമത്തെയാണ് എംബ്രേസ് എ മൈൻഡ് മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ. മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത്യാഡംബരങ്ങളൊന്നുമില്ലാതെ തന്നെ മിനിമലായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഫോക്കസ് ഓൺ എസെൻഷ്യൽസ് റാദർ ദാൻ എക്സസീവ് സ്പെൻഡിങ്. സെൽ അൺയൂസ്ഡ് ഐറ്റംസ് ലൈക്ക് ഗാഡ്ജറ്റ്, ക്ലോത്ത്സ് ഓർ ഹോം ഡെക്കർ ഫോർ എക്സ്ട്രാ ക്യാഷ്. അത് നിങ്ങൾ ഉപയോഗിക്കാത്തതായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും. നിങ്ങളുടെ വീട്ടിലുള്ള ഡെക്കറേഷൻസിന് നിങ്ങൾ വാങ്ങിച്ചു വെച്ച സാധനങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ റീസെൻ്റ് ആയിട്ട് വാങ്ങിയിട്ട് നിങ്ങൾ 1 or 2 തവണ ഇട്ടിട്ട് മാറ്റി വെച്ച പല ഡ്രസ്സുകൾ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം ക്യാഷ് ആക്കുക. അല്ലെങ്കിൽ മറ്റു പല ഗാഡ്ജറ്റ്സ് ഉണ്ടാവും. നിങ്ങൾ പുതിയ ഗാഡ്ജറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പഴയത് ഉപയോഗിക്കുന്നുണ്ടാവില്ല, അത് വെറുതെ വീട്ടിൽ വെക്കാതെ അത് നിങ്ങൾ സെയിൽ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തുക അതിൽ നിന്ന് തീർച്ചയായിട്ടും അത് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ അത് നിങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. ആസ്ക് യുവർസെൽഫ് ബിഫോർ ഈച്ച് പർച്ചേസ്, ഡു ഐ റിയലി നീഡ് ദിസ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാൺസ് ഗാഡ്ജറ്റ് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും എനിക്ക് ആവശ്യമാണോ എന്നുള്ള രീതിയിൽ നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ച് നോക്കുക. അതിനുശേഷം ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് അത്രയും ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ സംഭവം വാങ്ങിക്കാൻ നോക്കുക. അതും അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സർവീസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. 10ാമത്തത് സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. ചെറിയ ചെറിയ സക്സസ്സുകൾ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. നിങ്ങളിപ്പോൾ 1 lakh ആണ് നിങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടി വെച്ചത് എങ്കിൽ ഒരു 10,000 ആകുമ്പോൾ നിങ്ങൾ ഓൾറെഡി 10% അച്ചീവ് ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങൾ ആഘോഷം തുടങ്ങുക. ഓക്കെ, ഈ ആഘോഷം എന്ന് പറയുന്നത് നിങ്ങൾ വലിയൊരു തുക കൊണ്ടുപോയിട്ട് ചിലവാക്കിയിട്ട് നിങ്ങൾ ആസ്വദിക്കുക അല്ലെങ്കിൽ അർമാദിക്കുക എന്നുള്ളതല്ല. ഒരു ചെറിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന രീതിയിൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു വെക്കുക. ഇനി 25,000 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 lakhന്റെ 25% അച്ചീവ് ചെയ്ത് ഈ ഒരു മാർക്കൊക്കെ ഈ ഒരു മൈൽ സ്റ്റോണൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയൊരു റിവാർഡ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. ഇന്ന ബജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്ന് മാത്രം. ഓക്കെ, വലിയൊരു തുകയൊക്കെ ആവരുത്. റെക്കഗ്നൈസിങ് പ്രോഗ്രസ് കീപ് യു കമ്മിറ്റഡ് ടു യുവർ 1 lakh ഗോൾ. ഓക്കെ, ഫൈനലി നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ 1 lakh ഗോൾ 6 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, ഇനി ഫൈനലായിട്ട് ഒരു കൺക്ലൂഷൻ പറയാനുള്ളത് 1 lakh സേവ് ചെയ്യുക അല്ലെങ്കിൽ 6 മാസം കൊണ്ട് 1 lakh സേവ് ചെയ്യുക എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ്റെ കാര്യമാണ്. ഓക്കെ, ശമ്പളം അല്ലെങ്കിൽ ശമ്പളം കുറഞ്ഞ ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നന്നായിട്ടുള്ള ഡിസിപ്ലിനും അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്ലാനിങ്ങും സ്ഥിരതയും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ 1 ലക്ഷം രൂപ സേവ് ചെയ്യാൻ പറ്റൂ. നമ്മൾ ഈ പറഞ്ഞ ഈ 10 കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു സേവിങ്സ് ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. ആ ഒരു കോർപ്പസ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പല ലക്ഷ്യങ്ങളും നേടാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നേടാൻ നിങ്ങളെ സഹായിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സേവിങ്സ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മറ്റു പല നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് തന്നെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞ് അറിയിക്കാവുന്നതാണ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്പുകളിൽ നിന്ന് ഏത് സ്റ്റെപ്പാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. സേവിങ്സ് ഈസ് നോട്ട് അബൌട്ട് ഹൗ മച്ച് യു ഏൺ, ഇറ്റ്സ് അബൌട്ട് ഹൗ മച്ച് യു കീപ്. ഓക്കെ, അപ്പം എന്ത് തന്നെയായാലും ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. വീഡിയോ കാണാൻ വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.